കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വർമ്മൻ കുടുംബത്തിന്റെ അവകാശം തരാൻ പോകുന്ന മഹാറാണിയല്ലേ ശ്രീലക്ഷ്മി മോള്. അപ്പോ ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അല്ല ഗായത്രിയമ്മേ, ഈ 7 മാസത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? അതോ ഇനി അതൊന്നും ഇല്ലേ? ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ. കന്നി പ്രസവം ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. അല്ല, അവിടെ അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഒരു പൈപ്പ് കണക്ഷൻ പോലും ഇല്ല. ഇവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് അതൊക്കെ പൊരുത്തപ്പെടാൻ പറ്റുമോ? എന്താ സംശയം? ശ്രീലക്ഷ്മി 22 വർഷത്തോളം ആ വീട്ടിലല്ലേ ജീവിച്ചത്. ഓ, രാജലക്ഷ്മി കരുതുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല ശ്രീലക്ഷ്മി. ഏട്ടത്തിയെ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രേഖയുടെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്താ രഘു, രേഖമൊക്കെ എന്താ കുഴപ്പം? പുതിയ മൂത്ത മരുമകൾ ഗർഭിണിയായപ്പോ ഇവളെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആദ്യമായി ഈ കുടുംബത്തിൽ വിളക്കം കൊണ്ട് വലതുകാല് വെച്ച് കയറിയതേ എന്റെ മോളാ. സന്താനഭാഗ്യം കുറച്ച് താമസിച്ചാലും എന്റെ മോൾക്കും ഉണ്ടാവും അത്. ഈ സ്നേഹവും കരുതലും ഒക്കെ എന്റെ മോൾക്കും അന്ന് കിട്ടിയാ മതി. രാജലക്ഷ്മി കരുതുന്നത് പോലെ രേഖയോട് ഇവിടെ ആർക്കും ഒരു ഇഷ്ടക്കുറവും ഇല്ല. രണ്ടാളും ഞങ്ങൾക്ക് ഒരുപോലെയാ. കൂടുതലും കുറവും ഒന്നുമില്ല. അങ്ങനെയാണെങ്കി ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. അല്ല സരോജം, ഇവിടേക്ക് മോളെ കെട്ടിച്ചു വിട്ടപ്പോ എന്ത് സ്ത്രീധനം കൊടുത്തു നിങ്ങള്? അങ്ങനെ ഞങ്ങൾ അവരോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ രാജലക്ഷ്മി. രേഖയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും രാജലക്ഷ്മിയോട് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. അയ്യോ, ഞാൻ ആ ഒരർത്ഥത്തിലല്ല ചോദിച്ചത്. രവിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. സുദർശന അങ്കിളിലും സരോജമ്മയ്ക്ക് ഒരു വീടുള്ളത് വിറ്റ് ആ കാശ് ഇവിടെ കൊണ്ടുവച്ചു. ആ പണത്തിന്റെ വില വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും രേഖയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലേ രേഖ? എനിക്ക് കിട്ടാവുന്ന സ്ത്രീധനത്തെക്കാൾ എനിക്ക് വേണ്ടത് നല്ലൊരു അച്ഛന്റെയും അമ്മയുടെയും മകളെയായിരുന്നു. എന്നെ സ്നേഹിക്കാനും അതിനപ്പുറം മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടി. എന്റെ ഭാഗ്യം കൊണ്ടാവണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത്. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ശ്രീലക്ഷ്മിയുടെ സ്നേഹം, പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ക്വാളിറ്റീസ്, ഇതൊക്കെ തന്നെയാണ് എന്റെ സ്ത്രീധനം. ഒരാളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. രണ്ടുപേർക്കും ഒരേ ദിശയിൽ ചിന്തിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എവിടെ ജനിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ വളർന്നു എന്നുള്ളതിലാണ് കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും സരോജാമ്മയ്ക്കും 100-ൽ 100 മാർക്കാണ്. ഇവിടേക്ക് ആഹാരം കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും വിളമ്പിത്തരാൻ ശ്രീലക്ഷ്മി എണീറ്റ് പോയത് രാജലക്ഷ്മി കണ്ടില്ലേ? ആ മനസ്സിനപ്പുറം വേറെ എന്ത് സ്ത്രീധനം കിട്ടിട്ട് എന്ത് കാര്യം? സരോജ, നീ വേഗം റെഡിയാവ്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി.
ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എവിടെ പോകുന്നു? കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞാൽ അമ്മയുടെ വാക്കിനിവിടെ മറുവാക്കില്ല. രാജലക്ഷ്മി അങ്ങനെ പറഞ്ഞതിൽ മനസ്സ് വിഷമിച്ച് സുദർശൻ അങ്ങനൊരു തീരുമാനം എടുക്കണ്ട. നിങ്ങളെ രണ്ടാളെ അറിയാത്തതുകൊണ്ട് ഓരോന്ന് പറയുന്നതാ. ഒരു പ്രാവശ്യം രേഖ കാരണം നിങ്ങൾ ഇവിടുന്ന് വിഷമിച്ചിറങ്ങിപ്പോയി. ഇന്നിപ്പോ രേഖയുടെ അമ്മ കാരണം അത് ആവർത്തിക്കണ്ട. എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ. ശ്രീലക്ഷ്മിയോടൊപ്പം നിങ്ങൾ രണ്ടാളും ഇവിടെ വേണം. ആ, ഇനി സംസാരം മതിയാക്കി എല്ലാരും ആഹാരം കഴിച്ചേ. അയ്യോ ബാലമ്മ, കുഞ്ഞെ, ഇനി നീ എന്നെ നോക്കണ്ട. നീ രക്ഷപ്പെടാൻ നോക്ക്. എന്നോടൊപ്പം നിന്ന നീ അവരുടെ പിടിയിലാവും. ബാലമ്മ, ഇനി നമ്മൾ കാണില്ലായിരിക്കും. പക്ഷേ നീ നിന്റെ ദൗത്യം മറക്കരുത്. ഇനി നീ ആദ്യം ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി വർമ്മൻ വില്ലയിൽ പോകണം. ഗായത്രി അമ്മയെ കാണണം. നിന്റെ അവകാശങ്ങൾ നീ ചോദിച്ചു വാങ്ങണം. അതിൽ നിന്നെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. അയ്യോ, നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മൂലധനമാക്കിയാണ് രവിവർമ്മൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പോഴെന്തൊക്കെയുണ്ടോ അതിലൊക്കെ നിനക്കും അവകാശമുണ്ട്. അയ്യോ ബാലമ്മ, സ്വത്തുക്കൾ നിന്റെ കയ്യിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിന്നോടൊപ്പം നിൽക്കാൻ ആളുകളുണ്ടാവും. അതാവണം നിന്റെ ആദ്യത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിനക്ക് എളുപ്പമാണ്. പണത്തിന്റെയും ഭൂസ്വത്തുക്കളുടെയും പരിചരണം നിനക്ക് കിട്ടും. ബാലമ്മ എന്താ പറ്റി? നീ പോ. ഇപ്പൊ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. ഒരു കാരണവശാലും അവർക്ക് നീ പിടികൊടുക്കരുത്. ബാലമ്മ, പോകാൻ പൊയ്ക്കോ. ബാലമ്മ, ശ്രീലക്ഷ്മി,
വരാൻ വൈകിപ്പോയെങ്കിലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നത്. പറയാനോ? എന്തിന്? ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ ഒരു 100 ഇരട്ടി സന്തോഷം ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. സന്തോഷത്തേക്കാൾ കൂടുതലായുള്ളത് നന്ദിയാണ്. രവിക്ക് ഒരു അച്ഛനാകാനുള്ള ഭാഗ്യം കൊടുത്തത് എന്റെ തന്നെ പ്രതിരൂപമായ ശ്രീലക്ഷ്മിയാണ്. അമ്മയാകാനുള്ള ഭാഗ്യം ശ്രീലക്ഷ്മി വഴി എനിക്ക്. അതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് മാത്രം എനിക്കറിയില്ല. ശ്രീലക്ഷ്മി തെറ്റിദ്ധരിക്കണ്ട. മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് അമ്മയാകാൻ പറ്റൂ. ശരീരം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ശ്രീലക്ഷ്മി തന്നെയാണ് രവിയുടെ കുഞ്ഞിന്റെ അമ്മ. ഇല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. രാജനന്ദിനി കാരണം എനിക്ക് കിട്ടിയ ജീവിതത്തിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. ഇതറിഞ്ഞ ഉടൻ ആദ്യം ഞാൻ ഇവിടേക്കാ വരേണ്ടിയിരുന്നത്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞാൻ ശ്രീലക്ഷ്മിയെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ സന്തോഷം ഈ 4 ചുവരുകൾക്കുള്ളിലല്ലേ, ആരോടും പങ്കുവയ്ക്കാനാവാതെ. പ്രസവിക്കുന്നത് ഞാനാണെങ്കിലും രാജനന്ദിനിക്ക് കൂടി അവകാശപ്പെട്ടതായത്. ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ വർമ്മൻ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണെന്ന ഗായത്രി അമ്മ പറഞ്ഞത്. എന്താ എന്തുപറ്റി? എല്ലാ സന്തോഷങ്ങൾക്ക് പിന്നിലും ഒരു ദുഃഖം മറിഞ്ഞിരിപ്പുണ്ടാവും ശ്രീലക്ഷ്മി. ഇനി മുതൽ നീ കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോ ഒന്നിനു പകരം 2 ജീവനുകളാണ് ശത്രുക്കൾക്ക് ഇല്ലാതാക്കേണ്ടത്. ഇനി ശത്രുക്കളുടെ പദ്ധതികൾക്ക് വേഗത കൂടും. അവർ അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സന്തോഷകരമായ ദിവസങ്ങൾക്കിടയിൽ നീ ഏറ്റെടുത്ത ദൗത്യം മറക്കരുത്. നീയും രവിയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആ ദൗത്യം നിറവേറ്റിയേ മതിയാകും. അതിനി അധിക സമയമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവർ വരും ഉടനെ നിന്നെ തേടി. കാഹളം മുഴങ്ങുന്ന ശബ്ദം എന്റെ കാതുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഹരി, സുദർശൻ ഞങ്ങളിനെ കണ്ടായിരുന്നോ? അവിടെ നിൽക്കുന്നു. ആ, അങ്കിൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ അകത്തൊക്കെ നോക്കി, കണ്ടില്ല. ഞാൻ രാവിലെ തന്നെ ഇതിനൊക്കെ കുറച്ച് വെള്ളമൊഴിക്കാമെന്ന് കരുതി മോളെ. അയ്യോ, ഇതൊന്നും അങ്കിള് ചെയ്യണ്ട. ഇതിനൊക്കെ വേറെ ആളുകളുണ്ട് ഇവിടെ. അങ്കിൾ ഇതൊക്കെ ചെയ്യുന്നത് അമ്മ കണ്ടാലേ ഞങ്ങളെ ആ വഴക്ക് പറയുന്നേ. അത് മോളെ വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ അവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പാല് വാങ്ങാനും മറ്റും അങ്ങ് പോവും. സരോജ അടുക്കള പണി തുടങ്ങും. ഒരു സമയവും വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണെങ്കിൽ
എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മേലനങ്ങാതിരുന്നാലേ മടി പിടിച്ചു. അങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മോള് വിഷമിക്കണ്ട, ഗായത്രി അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ശരിയെങ്കിൽ ചായ. ആ ചായക്കപ്പ് ഞാൻ കൊണ്ടുവന്നോളാം. മോള് ചെല്ലു. ശരിയെങ്കിൽ. അങ്കിൾ. അല്ല, ഇതാരും സാന്ദ്രമോളോ? സുഖമാണോ മോളെ? സുഖമാണ് അങ്കിൾ. അല്ല, ഗാർഡനിങ് ഒക്കെ അങ്കിൾ ഏറ്റെടുത്തോ? എന്നുവെച്ചാ പൂന്തോട്ട പരിപാലനം അങ്കിൾ ഏറ്റെടുത്തോന്ന്? അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്നയാള് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. സരോജ ആന്റി എവിടെ? അവളകത്തുണ്ട്. ശ്രീലക്ഷ്മി മാഡം അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാവും ആന്റി അല്ലേ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീരേറ്റ് കോളനി തിരിച്ചു വെച്ചിട്ട് അവൾ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, മോള് രാവിലെ രവി സാറിനെ കാണാമെന്നാണോ? സാറ് രാവിലെ പോകുന്നത് കണ്ടല്ലോ. അല്ല അങ്കിൾ, ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. വിശേഷം അറിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ? അത് മര്യാദ. എന്നാ സാന്ദ്രമോള് ചെല്ല്, ശ്രീമോള് മുറിയിലുണ്ടാവും. ശരി അങ്കിൾ. ശ്രീലക്ഷ്മി മാഡം, മാഡം എനിക്കറിയാം മാഡത്തിന് എന്നോട് ദേഷ്യമാണെന്ന്. അതങ്ങനെ മാറുന്ന ഒന്നും അല്ലെന്നോ എനിക്കറിയാം. എങ്കിലും ഇവിടെ വന്ന് മാഡത്തിനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. തോന്നിയെന്നല്ല, അതാണ് ശരി. എപ്പോഴും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഭാഗത്തായിരുന്നു ന്യായം. എന്റെ ഭാഗത്ത് അന്യായവും. നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ ഞാൻ ശ്രമിച്ചു. കണ്ണുകളില് നിറയെ ഇരുട്ടായതുകൊണ്ട് എന്റെ വഴികള് എനിക്ക് അവ്യക്തമായിരുന്നു. കണ്ണുകൾ തുറന്ന് വെളിച്ചം വന്നപ്പോ ഞാൻ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അവിടെ നിന്നും തിരിച്ചു നടക്കാൻ ശ്രമിക്കുകയാണ്. രവി സാറും മാഡവും വലിയ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. അതങ്ങനെ തന്നെ ഉണ്ടാവണം. രവി സാറിനും മാഡത്തിനും നിങ്ങളുടെ കുഞ്ഞിനും നല്ലത് മാത്രമേ വരൂ. കൂടുതലൊന്നും പറയാനില്ല. രണ്ട് വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സോറി ആൻഡ് മൈ ഹാർട്ടി കൺഗ്രാറ്റ്സ്. സാന്ദ്ര മാഡം, മാഡം പറഞ്ഞതൊക്കെ ഞാനും ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയാണ്. ഞാനും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയും മാഡത്തിനെ തല്ലുകയൊക്കെ ചെയ്തു. മാഡം എന്നോട് ക്ഷമിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല.
ചില കുട്ടികൾ നല്ല തല്ല് കിട്ടിയാലേ നന്നാവുള്ളൂ എന്ന് പറയാറില്ലേ? ഞാനും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിയാ മതി. ചിലപ്പോ വേറെ ആരുടെയെങ്കിലും അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കില്ലായിരിക്കാം. ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന മാഡം അങ്ങനെ ചെയ്തപ്പോ സഹിക്കാൻ പറ്റിയില്ല എനിക്ക്.